മണ്ണിലെന്നും ശാന്തിയേകി പാരിൽ നിറയണമേ, പാരിൽ നിറയണമേ, പാത ഒരുക്കണമേ. ഉന്നതൻ മന്നവൻ സ്നേഹപ്പൊരുളാം ദൈവമേ, ഉന്നതൻ മന്നവൻ സ്നേഹപ്പൊരുളാം ദൈവമേ, തമസിലുഴലും മനുഷ്യനെന്നും നായകൻ പാലകൻ ദാനപ്രഭുവാം ദൈവമേ, നായകൻ പാലകൻ ദാനപ്രഭുവാം ദൈവമേ, കനലിലെരിയും മനസ്സിനെന്നും മണ്ണിലെന്നും ശാന്തിയേകി പാരിൽ നിറയണമേ, പാരിൽ നിറയണമേ, പാത ഒരുക്കണമേ. വിശ്വമാകെ ഉദ്ഘോഷിക്കാം.
അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിലരുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയുടെ ഭീകരതയെയും പകൽ പറക്കുന്ന അസുഖത്തെയും സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കുള്ള വിനാശത്തെയും നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിന് നീ സമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിലെ മണികയുടെ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന്റെ പിറകും. അവന്റെ കർഷതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന ദിവസം ആദ്യമായി കുർബാന സ്വീകരിക്കുന്ന ഈ കുടുംബത്തിലെ അംഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മനുവിന് ദൈവാരൂപിയിൽ വളരുവാനും പരിശുദ്ധാത്മാവ് നിറവിൽ അനുദിനം ദൈവത്തെ സ്തുതിക്കുവാനും പ്രകീർത്തിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ആ മകൻ വഴി ആ കുടുംബത്തിനും ഞങ്ങളുടെ ഓരോ സമൂഹത്തിലെ ഓരോ കുടുംബത്തിനും അവിടുന്ന് അനുഗ്രഹവും ശക്തിയുമായി മാറണമേ. പരിശുദ്ധാത്മാവിന് നിറവിൽ അനുദിന ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദി പറയുവാനുള്ള കൃപ ആ കുടുംബത്തിനും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും നൽകണമേ. ഉപേക്ഷിക്കാത്ത അമ്മയെ, സ്വർഗീയ മാതാവെ, ഞങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ സംരക്ഷണം അനുദിനം ഈ മക്കളിലും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. പരിശുദ്ധ അമ്മയെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. അവിടുത്തെ സ്നേഹവും കാരുണ്യവും അനുദിനം അനുഭവിക്കാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർ നൽകണമേ. പ്രത്യേകിച്ചും മനുവിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ടോമിക്കും അൽഫോൻസയ്ക്കും മോൻസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിക്കുന്ന മനുവിന് ദൈവ സ്നേഹത്തിൽ വളരുവാനും പരിശുദ്ധാത്മാവിൽ അടിയുറച്ച് വസിക്കുവാനും സ്വീകരിക്കാനും ആ മകനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
മെച്ചിനി എന്നെന്നും എൻ കൂടെ വേണം. ഒരു മാത്ര പോലും നീ എന്നെ പിരിയാതെ. ഒരു മെച്ചിനി എന്നെന്നും എൻ കൂടെ വേണം. ഒരു മാത്ര പോലും നീ എന്നെ പിരിയാതെ. നാഥാ നീ കൂടെ വസിക്കണമേ. എന്നെ നിന്റേതായി മാറ്റണമേ. നാഥാ നീ കൂടെ വസിക്കണമേ. എന്നെ നിന്റേതായി മാറ്റണമേ. ഈശോ വന്നിന്നുള്ളിൽ വാഴാൻ ഏറെ നാളായി ഞാൻ കൊതിപ്പൂ. പിരിയില്ലിനി നിന്നിൽ നിന്നെൻ പ്രിയനാഥാ. നീ മാത്രമാണെന്റെ നിധിയെന്നറിയുന്നു. പിരിയില്ലിനി നിന്നിൽ നിന്നെൻ പ്രിയനാഥാ. നീ മാത്രമാണെന്റെ നിധിയെന്നറിയുന്നു. നീ എന്നും എന്റേതായി തീർന്നിടുവാൻ എല്ലാം നൽകാം ശൂന്യമാക്കാം. നീ എന്നും എന്റേതായി തീർന്നിടുവാൻ എല്ലാം നൽകാം ശൂന്യമാക്കാം. ഈശോ വന്നിന്നുള്ളിൽ വാഴാൻ ഏറെ നാളായി ഞാൻ കൊതിപ്പൂ. ദീപങ്ങൾ തെളിഞ്ഞു നിന്നു. പരിപാവനമാം നിമിഷമേതാ. പൂജാ സമയമേതാ. ദീപങ്ങൾ തെളിഞ്ഞു നിന്നു. പരിപാവനമാം
സമയമിതാ. ദിവ്യബലിക്കായി കൈകൂപ്പി ഞങ്ങൾ നിൻ സവിധേ നിൽക്കുന്നിതാ. പാപങ്ങൾ പോക്കി മലിനത നീക്കി നാഥായി ബലി സ്വീകരിക്കൂ. പാപങ്ങൾ പോക്കി മലിനത നീക്കി നാഥായി ബലി സ്വീകരിക്കൂ. ദിവ്യമാമൽത്താരയിൽ ദീപങ്ങൾ തെളിഞ്ഞു നിന്നു. പരിപാവനമാം നിമിഷമിതാ. പൂജാ സമയമിതാ. പരിപാവനമാം നിമിഷമിതാ. പൂജാ സമയമിതാ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുർബാന നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. അനുഗ്രഹങ്ങളുടെ കലവറയായ വിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. കൂദാശകളുടെ കൂദാശ വിശുദ്ധ കുർബാന സഭയെ വളർത്തുന്നതും ഒരുമയോടെ നിലനിർത്തുന്നതുമായ കൂദാശയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായ ദൈവത്തിന് നന്ദി പറയുവാനും നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ദൈവത്തിനെ സ്തുതിക്കുവാനുമായിട്ട് ഇന്ന് ദേവാലയത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന മനുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കളെ, സഹോദരനെ, കുടുംബാംഗങ്ങളെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ അരൂപയിൽ അനുദിനം വളരുവാൻ ഈ കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മരണം, പരസ്യ ജീവിതം, പീഡാസഹനം, ഉയർപ്പ് ഇവയെല്ലാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ കൊണ്ടാടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം നമുക്ക് അൾത്താരെ മുന്നിൽ കൊണ്ടുവരാം. സർവ്വതും നവീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ നമുക്ക് ഈ ബലിയിൽ പങ്കുകൊള്ളാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗീയങ്ങളോട് ചേർന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഭക്തിപൂർവ്വം സ്നേഹത്തോടെ പങ്കുകൊള്ളാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നിത്യനു ശാന്തി പ്രത്യാശയും സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും തന്നു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥയുടെ ഏറ്റുപറയും ചെയ്യുന്നവരങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പോത്തിയിരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരത്തോടെ അങ്ങേക്ക് പ്രതിഷ്ഠയും അങ്ങ് രക്ഷയെ നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്റെ
അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുഴുവൻ സഭയെ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് ഞങ്ങൾ എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാത്മനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്തിനു നിത്യമാകോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ, വാട്ടിപ്പാടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ധനവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യർഗനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കാൻ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരോസ്വരം ശ്രവിക്കുന്നേക്ക് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ലക്ഷ്യങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുക കാരണത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രദിച്ചാലും. മിശിക നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും
അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നത് അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6, 25 മുതൽ തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യത്വം തിരഞ്ഞെത്തിച്ചവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഗീതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഗീതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തു നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തു നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്ത് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്ത് നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നു അത്രേ. അപ്പോൾ അവർ അവരോട് ചോദിച്ചു, കർത്താവേ, അപ്പം ഞങ്ങൾക്ക് നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നതെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല.
ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. സത്യസത്യമായി പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവനും നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മനു, അവരുടെ മാതാപിതാക്കൾ ടോമി, അൽഫോൻസ്, സഹോദരൻ മോൻസ്, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരന്മാരെ, കുട്ടികളെയും, ദൈവാനുഗ്രഹത്തിൻ്റെ നിർവൃതിയിലാണ് നമ്മിന്ന് ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്, പ്രഘോഷണമാണ്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ, ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മിക ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരും. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മളിന്ന് വായിച്ചതുപോലെ 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശു നീണ്ട രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ 6-ാമത്തെ അധ്യായം വായിക്കണം, ധ്യാനിക്കണം, അതനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കണം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വചനം പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ നൽകുന്ന പരിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവും വാങ്ങി ഭക്ഷിക്കുവാനുള്ള ക്ഷണമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ക്രൈസ്തവരായ നമ്മൾ സ്വീകരിക്കുന്നത്. ആ വിശുദ്ധ കുർബാനയിൽ ആ ക്ഷണം സ്വീകരിച്ച് ഈശോ നൽകുന്ന ആ ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്ന മനുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ മകൻ്റെ സന്തോഷത്തിൽ നമുക്ക് പങ്കുകാരാകാം, അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ നമുക്ക് പങ്കുകാരാകാം. ആ വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരവും തിരുരക്തവും സ്വീകരിക്കുവാനായിട്ട് ഒരു വലിയ ദാഹം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആഴമേറിയ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ഓരോ ജീവിതത്തെയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളൽ നമ്മളെ കൊണ്ടുവരണം. ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം അത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഇടവക ജീവിതത്തിൽ നമ്മൾ അനുദിനം പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ കൂട്ടായ്മയിൽ വളരുവാനായി, ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ് അനുദിനം നമ്മളെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാനും പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. ആ ആരാധനയിൽ അനുദിനം പങ്കുകൊള്ളുവാൻ സാധിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയോട് ചോദിച്ചു, എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ദൈവമേ, നിന്നിലേക്ക് എത്ര ദൂരമുണ്ട്? അവിടുന്ന് പറഞ്ഞു, അത് സ്നേഹത്തിൻ്റെ ദൂരമാണ്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി ചോദിച്ചു, എന്താണ് സ്നേഹത്തിൻ്റെ ദൂരം? ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞു, അത് കുരിശിൻ്റെ വഴി ദൂരമാണ്. വിശുദ്ധ കുർബാനയിൽ ഒത്തിരി അധികം സന്തോഷം നൽകുവാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നൈരാശ്യങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയിൽ
പങ്കുകൊള്ളുവാൻ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ വിട്ടുപോകുകയാണ്. നമുക്കൊരു ചടങ്ങായി മാറിയിരിക്കുന്ന വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ഈശോ കാൽവരിൽ അർപ്പിച്ച ആ ബലിയുടെ ആവർത്തനമാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്ന, രക്തം പാനം ചെയ്യുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോരുത്തരും. മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാനുള്ള ആഹ്വാനമാണ് ഓരോ കുർബാനയിലും ഓരോ ക്രിസ്ത്യാനിയും സ്വീകരിക്കുന്നത്. ഇന്ന് മനു ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതിലൂടെ ഒരു പ്രേക്ഷിത വേല ചെയ്യുവാനും ദൈവത്തിന് വേണ്ടി സേവ് ചെയ്യാനും വേണ്ടി ആ മകൻ തയ്യാറെടുക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും പരിപൂർണതയിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. യേശു പറഞ്ഞു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണമായിരിക്കുക. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്കുള്ള പ്രയാണമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ മനസ്സിലാക്കണം. ആ പരിപൂർണതയിലേക്ക് നമ്മെ നടത്തുന്നത്, വളർത്തുന്നത് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാൽ അനുദിനം പരിപോഷിപ്പിക്കുന്ന ആ സഭയുടെ മക്കളായിട്ട് നമ്മൾ വളരണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശുവിൻ്റെ ശരീരരക്തത്തിൻ്റെ സ്വീകരണത്തിലൂടെ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നാം വളരുകയാണ്. അതുപോലെ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം, ഉറപ്പുള്ള ഒരു വിശ്വാസം നമുക്ക് അനിവാര്യമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 51-ാം തിരുവചനം പറയുന്നു, സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ അവകാശപ്പെടുവാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് കൂടെ നിത്യജീവൻ പങ്കുചേരണമെങ്കിൽ അവൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു യാഗവിരുന്നു വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരെയും കൂട്ടായ്മയായി വരുത്തും. ആ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമുക്കറിയാം, ഈശോ അന്ത്യാഴ വേളയിലാണ്. പക്ഷേ ആ ബലിയുടെ യഥാർത്ഥ പൂർത്തീകരണം നടക്കുന്നത് കുരിശുമരണത്തിലൂടെയാണ്. യേശു നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ കുരിശുകളൊക്കെ വഹിച്ച് കാൽവരിയിൽ മരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത്. ആ ബലി തന്നെയാണ് ഓരോ ബലിപീഠത്തിലും നമ്മൾ ആവർത്തിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും വീണ്ടുവരവിൻ്റെയും രഹസ്യങ്ങളാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ബലി പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും മുറിക്കപ്പെടണം. മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ കുർബാന എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുക. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ മുറിക്കപ്പെടുമ്പോൾ മാത്രമാണ് വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം നമ്മളിൽ പൂർണ്ണമായും ഫലമണിയുന്നത്. വിശുദ്ധ കുർബാന ഒരു കൂദാശയാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോൾ നമ്മുടെ ബലി പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കുരിശുകളൊക്കെ കടന്നു വരാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ സഹനത്തെക്കുറിച്ചും കുരിശുകളെക്കുറിച്ചും ഈശോ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിലായാലും സന്യസ്ത ജീവിതത്തിലായാലും പൗരോഹിത്യ ജീവിതത്തിലായാലും എല്ലാ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ കുരിശ് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ മുഴുവനും ദൈവം എല്ലാവർക്കും ഒരു കുരിശ് വന്നിട്ടുണ്ട്. കുരിശില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് മനുഷ്യന് കണ്ണുനീർ വരുന്നത് 2 തവണയാണ്. ഒന്ന്, മനുഷ്യന് അർഹതപ്പെട്ടത് ലഭിക്കാതെ വരുമ്പോഴും അതുപോലെ തന്നെ അർഹിക്കപ്പെടുന്നത് നിഷേധിക്കപ്പെടുമ്പോഴുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശ് നമ്മുടെ ജീവിതത്തിലെ സന്തത സഹചാരിയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്.
ആ വഴിയിലൂടെ ഉള്ള കുറുക്ക് വഴിയില്ല, മറിച്ച് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വേദനയുടെയും പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വഴിയാണ്. ആ വഴി നമ്മൾ സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ക്രിസ്തീയ നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ സമ്പന്നനായ ഒരു മനുഷ്യന് അരിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു. അരിയങ്ങാടിയിൽ അരിക്കച്ചവടം നടത്തുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് വെറുതെ ഒരു 3 ലക്ഷം രൂപ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് സ്റ്റോക്കായിട്ട് ഉണ്ടായിരുന്നു. അത് ലിക്വിഡ് ക്യാഷ് ആയിരുന്നു. ആ സ്വർണ്ണക്കടക്കാരൻ അത് കൈവായ്പയായി ചോദിച്ചു. മറ്റു രേഖകളൊന്നുമില്ല. ഈ 3 ലക്ഷം രൂപ വാങ്ങിച്ചതിന് 3 ദിവസത്തിന് ശേഷം ആ സ്വർണ്ണക്കടക്കാരൻ ഒരു കാർ അപകടത്തിൽ മരിച്ചു. 3 ലക്ഷം രൂപയ്ക്ക് യാതൊരു തെളിവുമില്ല. ഇയാളുടെ മരണത്തിന് ശേഷം ഈ സ്വർണ്ണക്കട പടിപടിയായി അതപ്പതിച്ചു. ആ മനുഷ്യൻ്റെ അരിക്കച്ചവടം നശിക്കുവാൻ തുടങ്ങി, നഷ്ടത്തിലേക്ക് തുടങ്ങി. 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വർണ്ണക്കടക്കാരൻ്റെ കുടുംബം പാപ്പരായി മാറി. അരിക്കടക്കാരനും അടിത്തറ ഇളകിയതുപോലെ പാപ്പരത്തിലേക്ക് നീങ്ങി. 25, 23, 21 പ്രായമുള്ള 3 പെൺകുട്ടികൾ കടമെന്നറിഞ്ഞപ്പോൾ പലരും ഉപേക്ഷിച്ചു. പണം ചോദിക്കുവാൻ തുടങ്ങി. കടം കൊടുക്കാനുള്ളവരോടൊക്കെ അവരൊക്കെ ഉപേക്ഷിക്കുവാൻ തുടങ്ങി. കാശുള്ളപ്പോൾ നമുക്കൊത്തിരി സുഹൃത്തുക്കളുണ്ട്, കാശില്ലാത്തപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളെല്ലാവരും അകലും പോകുകയാണ്. ഇങ്ങനെ അകന്നു പോകുന്ന ആ മനുഷ്യന് ആകെ നിരാശനായി. പിടിച്ചു നിൽക്കുവാൻ മാർഗമില്ല. അവസാനം ഭർത്താവും ഭാര്യയും തീരുമാനിച്ചു പൊട്ടാസ്യം സൈനൈഡ് ചോറിൽ കലർത്തി 3 മക്കൾക്കും കൊടുത്ത് മരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഇങ്ങനെ ആലോചനിക്കാൻ വേണ്ടി വെച്ചു. ഒരു ഞായറാഴ്ച രാത്രി ഇത് പ്രാവർത്തികമാക്കാൻ അവർ ആഗ്രഹിച്ചു. അതിനു മുമ്പായിട്ട് ഞായറാഴ്ച ദിവസം രാവിലെ ഒരു കുർബാനയിൽ പോകുവാൻ വേണ്ടി പുത്തൻപള്ളിയിൽ മാതാവിൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി പോയി. കുർബാനയ്ക്ക് വേണ്ടി ചെന്ന പള്ളിയിൽ മുൻപിൽ തന്നെ ഇടം തേടി അവിടെ ഇരുന്നു. അങ്ങനെ കുർബാനയുടെ അവർക്ക് ഒരു ഉറപ്പാണ്, അവസാനം ചെല്ലുന്ന പ്രാർത്ഥന അവരുടെ അവസാനത്തെ പ്രാർത്ഥനയായിരിക്കും. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ഇനിയൊരു വരി അർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. അങ്ങനെ ചൊല്ലിയിട്ട് ഇനി വരുമോ ഇല്ലയോ എന്ന് അറിയാതെ അവർ തയ്യാറായി. കുർബാനയുടെ ആരംഭത്തിൽ പങ്കെടുത്തു. എന്തെങ്കിലും ദൈവത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. കാഴ്ചവയ്പ്പ്, സുവിശേഷം, പ്രസംഗം ഒന്നും സംഭവിക്കുന്നില്ല. ഓശാന ഒന്നും നടന്നില്ല. ഇങ്ങനെയായിരിക്കുമ്പോൾ കുർബാനയുടെ പകുതി സമയമാകുമ്പോൾ അച്ഛൻ പിലാസയും ഖാസിയും എടുത്ത് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. കർത്താവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. പെട്ടെന്ന് കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഭാര്യയ്ക്കും ഭർത്താവിനും തോന്നി. ദേഹമൊന്ന് തരിച്ചു. ആ നിമിഷത്തിലെ ഓർമ്മ അവൻ്റെ പിറവിത്തിരാളിൻ്റെ ഓർമ്മയല്ല, അവൻ്റെ ഉദ്ധാനത്തിൻ്റെ ഓർമ്മയല്ല, അവൻ്റെ വീണ്ടുവരവിൻ്റെ ഓർമ്മയല്ല, അവൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ. പ്രിയപ്പെട്ടവരെ, കർത്താവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കുർബാന കഴിഞ്ഞു. ദേവാലയത്തിൻ്റെ പോർട്ടിക്കോയിൽ വന്ന് ഭർത്താവും ഭാര്യയും പരസ്പരം പറഞ്ഞു, പീഡാനുഭവം ആരംഭിച്ചിട്ടേ ഉള്ളൂ, കുരിശുമരണത്തിന് വേണ്ടി കാത്തിരിക്കണം. അന്ന് പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചില്ല, മറിച്ച് അന്ന് വൈകുന്നേരം ആരോട് പൈസ കടം മേടിച്ച് കൊളത്തുവയൽ ശാലോങ്കാർ നടത്തുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് യാത്രയായി. ആ ദമ്പതികൾ നവീകരിക്കപ്പെട്ട വ്യക്തികളായി മാറി. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കുന്നു. പച്ചക്കറി കച്ചവടം നടത്തി, തട്ടുകട ചേർത്ത് നടത്തി. അതിലൂടെ 3 പെൺമക്കളെയും കെട്ടിച്ചുവിട്ടു. ഇന്ന് മാതൃകാ ഭവനമായിട്ട് ഇന്ന് മാതൃകാ ദമ്പതിമാരായിട്ട് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ, സഹനങ്ങളൊക്കെ ഉണ്ടാകും.
ദൈവവുമായി വ്യക്തിബന്ധത്തിലേക്ക് എത്താൻ ആകുന്നില്ല എന്നാണ് നമ്മുടെയൊക്കെ പലരുടെയും ബുദ്ധിമുട്ടുകൾ. അർത്ഥപൂർണമായ ക്രൈസ്തവ ജീവിതത്തിൽ കുടുംബത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട്. എൻ്റെ കുടുംബം എനിക്ക് ദൈവം നൽകിയ ഒരു സമ്മാനമാണ്. എൻ്റെ കുടുംബം എൻ്റെ സ്വർഗമാണ്. പരസ്പരം വഴക്കിടുന്ന മാതാപിതാക്കൾ, വർഷങ്ങളായി പരസ്പരം മിണ്ടാത്ത സഹോദരങ്ങൾ, സ്വത്തിൻ്റെ പേരിൽ കോടതി കയറുന്ന സഹോദരങ്ങൾ, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് നയിക്കുന്ന മക്കൾക്കിടയിൽ വിവാഹിതയെ സൃഷ്ടിക്കുന്ന മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ നേരിട്ട് വരികയാണ്. പണത്തിനു വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു തലമുറ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതഭാരങ്ങളിൽ വേദനിക്കുന്ന മനസ്സിനെ വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, നിങ്ങൾക്ക് ഞാൻ ആശ്വാസം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ആ ഈശോയെ നമുക്ക് വിശുദ്ധ കുർബാനയുടെ സ്വീകരിക്കാം. ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതം സന്തോഷമാകണമെങ്കിൽ ദൈവദാനത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ക്രിസ്ത്യ ജീവിതം പരിപോഷിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്നത്തെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, കുടുംബജീവിതത്തിൽ സമാധാനമില്ല എന്നാണ്. ചോദ്യം ഇതാണ്, ജീവിക്കുന്ന ദൈവത്തിന് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബ വ്യക്തികളിൽ സ്ഥാനമുണ്ടോ? എന്തെന്നാൽ ഈശോ ചെന്ന സ്ഥലങ്ങളെല്ലാം അവിടുന്ന് സമൃദ്ധമായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളില്ലാത്ത കുടുംബങ്ങളില്ല, വേദനകളില്ലാത്ത കുടുംബങ്ങളില്ല, കുരിശുകളില്ലാത്ത കുടുംബങ്ങളില്ല. പക്ഷേ എത്രമാത്രം ആ കുരിശുകളെ സന്തോഷത്തോടെ എൻ്റെ കുടുംബത്തിൽ ഞാൻ സ്വീകരിക്കുന്നു, അതനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവം കടാക്ഷിക്കുക, അനുഗ്രഹം ചൊരിഞ്ഞു തരിക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന മനുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യ കുർബാന സ്വീകരിച്ച ആ ദിവസത്തെ ഓർക്കാം. എത്രമാത്രം പരിപാവനമായ മനസ്സോടുകൂടിയാണ് നമ്മൾ സ്വീകരിച്ചത്. ആ അനുദിന ജീവിതത്തിൽ ആ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ വിശ്വസ്തത കാണിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അറിയാൻ വിവരവിജ്ഞാന യുഗത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ വിവരവിജ്ഞാന യുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നമെന്ന് പറയുന്നത് തകരുന്ന കുടുംബ ബന്ധങ്ങളാണ്. എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമാകുന്നത്. കുടുംബങ്ങൾ ഇന്ന് കൂടുമ്പോൾ ഭൂകമ്പമായി മാറുന്ന അവസ്ഥയാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് ആധുനിക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ വളരുന്ന രീതി വിശ്വാസ പരിശീലന കളരിയായി നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറണം. എങ്കിൽ മാത്രമേ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന് സാക്ഷ്യം കൊടുക്കുവാനായി, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനായി നമുക്ക് സാധിക്കത്തുള്ളൂ. ഭാര്യഭർത്താക്കന്മാരുടെ കുടുംബങ്ങൾ ഇന്ന് അമിതമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെ നഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യവും വിശ്വാസവും ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റാത്ത ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ UK-യിലുണ്ട്. കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രധാന വ്യക്തികൾ എന്ന് പറയുന്ന മാതാപിതാക്കളാണ്. അവരുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളും വേദനകളൊക്കെ സഹിച്ചാണ് നമ്മളെയൊക്കെ വളർത്തിയത്. അതുപോലെ നമുക്കും ത്യാഗങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ മക്കളെയും വളർത്തുവാനായിട്ട് തയ്യാറാകാം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും അമനുവിനും അവരുടെ കുടുംബത്തിനും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മളിപ്പം ആദ്യ കുർബാന സ്വീകരിക്കുന്ന മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തിരി നൽകുകയും മുടി നൽകുകയും ചെയ്യണം. തിരി നൽകുന്നതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ ലോകത്തിൻ്റെ പ്രകാശമായി ഈശോയെ സ്വീകരിക്കുന്ന മനു മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ പ്രകാശം നൽകുന്ന ഒരു മകനായി വളരുവാനായിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായേ, നിനക്ക് മാർഗദീപമായിരിക്കട്ടെ.
കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഈ മകനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാകാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശകാലങ്ങളിൽ അങ്ങയെ ആശ്രയം വയ്ക്കുവാനും ഈ മകനെ ശക്തനാക്കണമേ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയെ ജീവിക്കുവാനും നിത്യസൗഭാഗ്യം അനുഭവിക്കാനും ഈ മകനെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മുടി അണിയിക്കുന്ന നിമിഷമാണ്. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിക്കാൻ പോകുന്ന ജീവദായം അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാപൂർണതയും ഇവൻ ആരംഭിക്കാൻ പോകുന്ന നവജീവിതവും ധരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ ഈ ദാസനെ സംരക്ഷിക്കുമാറാകട്ടെ. മിശിഹായുടെ ദിവ്യവിരമ്പളം ജീവിതത്തോടുതലും പ്രസരിപ്പിക്കുവാൻ ഈ മകനെ സഹായിക്കുകയും ചെയ്യണമേ. ആത്മീയാനന്ദത്തിൻ്റെ നിത്യസൗഭാഗ്യത്തിൻ്റെ അടയാളമായി മനു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും നാഥനുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റുള്ള രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവൻ്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപോലിത്തയുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ബെർണാഡ് ലോങ്ലി മെത്രാൻ്റെയും അവരുടെ സഹശുശ്രൂഷയുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ സമ്പന്നനും കരുണാവിധിയുമായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സുവിശേഷം സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന മനസ്സായ പ്രേക്ഷിത വിലയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ സഭയെ ശുശ്രൂഷ ചെയ്യുവാനും നിന്റെ മഹത്വമെടുത്ത് പൂർത്തിപക്ഷങ്ങളെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിയിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുങ്ങിയിടുവിൻ.
നിൻ മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകേ അനുരഞ്ജനത്തിൻ വഴി തേടുവിൻ സന്തോഷമായി വന്നു വേകുവിൻ സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലനും ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതല്ല ദൈവേഷ്ടമല്ലായിരം അറിഞ്ഞിടുവിൻ സമ്പാദ്യമാണെന്നു കരുതിയ സൗഭാഗ്യമേകില്ലയെന്നോർത്തു മനം തുറക്കൂ ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ തിരിച്ചിടുവിൻ സ്വർഗീയ വഴി ചരിച്ചിടുവിൻ ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തിനെ സാദരമൂർത്തിയിടാം പാവനീ ബലിയേ. ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹിതരേ, ശാന്തിയെ വീഴ്ത്തിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. പാർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാകും കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഹൃദയ
നോവും പ്രാർത്ഥനയും നിത്യം സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അദൃശ്യവുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സലസില്ലാതിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവ് നിയമിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനുടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമൃതൻ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്ത്യാപിലാത്തോസിന്റെ കാലത്ത് പീഡക സഹിക്കുകയും ശ്രീവാതത്തിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നയിക്കുകയും ചെയ്ത് അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നല്ലേ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരും ജീവിക്കുന്നവരെയും എത്തിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലെ ഉറപ്പും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർത്തിയക്കീസ്മാരും മെത്രാനന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ബ്രഹ്മചാരി ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരുണ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേവർഷസമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ രക്തങ്ങളാകുന്ന ഇവരെ ശുശ്രൂഷരാകുവാൻ എളിയവരും പാപികളായ ഞങ്ങളെ കാരുണ്യത്താൽ അങ്ങ് യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തിന് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെയും ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ദൈവപിതാവിൻ സ്നേഹമതും ഭൂഹാത
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേത്തുന്ന ആരാധ്യമായ നാമം എല്ലാ ദൃങ്ങളും സ്തുതിയും എല്ലാ നാവുകതച്ചനെയും എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങൾ ലോകത്തിൻ്റെ സകലത്തെയും അന്യവോട് സൃഷ്ടിക്കുകയും മനുഷ്യം നിർമ്മാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മലാഹമാഴ 10,000-ങ്ങളും മഹോന്നത അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരും ചേർന്നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോ സദൃശനങ്ങളുടെ പ്രകാശവും അങ്ങ് സത്യപ്രതിച്ഛായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാനകാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിനൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അതിൻ്റെ ഉദ്ധരിക്കുവാൻ നിയമത്തിനാകുന്ന രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവരും മുട്ടുകുത്തുക. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന അനുഗ്രഹീതമായ നിമിഷമാണിത്. ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യനായി തീർന്ന് നിത്യകാലവും മനുഷ്യരോടൊപ്പമായിട്ട് ഇരിക്കുവാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് സമ്പൂർണമായ രക്ഷയിലേക്ക്, വിമോചനത്തിലേക്കുള്ളൊരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഓരോ ക്രിസ്ത്യാനിയും രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന രക്ഷാകരമായ സമയമാണ് വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നാം എത്രമാത്രം സന്തോഷത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ഒരുങ്ങുന്നുണ്ടോ
അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിശുദ്ധിയും കൊണ്ട് അവിടുന്ന് ദൈവം നിറയ്ക്കും. ഈശോയെ സ്വീകരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാരണം ജീവൻ വെടിഞ്ഞവൻ ജീവനായി ആത്മാവിൽ അലിഞ്ഞു തേരുന്ന നിമിഷമാണത്. ക്രിസ്തുവിന് വേണ്ടി മുറിക്കപ്പെടുന്ന പോലെ, ക്രിസ്തു നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന പോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി അനുദിനം മുറിക്കപ്പെടണം. ക്രിസ്തുവിന് വേണ്ടി മുറിക്കപ്പെടുമ്പോൾ നാം അവന് സ്വന്തമാക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം. ആർക്കെങ്കിലുമൊക്കെ മുറിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുക. വിശുദ്ധ കുർബാനയായി അപ്പത്തിലൂടെ ഈശോയെ സ്വീകരിക്കുന്നവൻ കുർബാനയ്ക്ക് ശേഷം മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവനായി കുർബാനയായി മാറണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി മുറിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ജനനാമത്തിൽ നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായ ദാസർ നിന്റെ തിരുസവനുമായി ചോദിക്കുന്ന നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീയങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങൾ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ച് ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാവികളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചാണ് ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീക്കെല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ബെർണാഡ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ ഡെക്ലൻ മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, വചനപ്രഘോഷകർ, സന്യാസിനികൾ, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയും
വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയെ പ്രിയതീനാം ഭക്തിച്ചു നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും വേർപെട്ടു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും അവർക്ക് നിത്യസൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഇന്ന് ആദ്യമായ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മനുവിന് വേണ്ടിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഇവിടെ ആരാധനാ സമൂഹമായി കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സ്നേഹവും അനുദിനം വളരുവാനും അയോഗ്യനായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെ അങ്ങയുടെ സ്ഥിരസംപ്രീതികളുടെ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ആഭരണവും സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രം യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവും ദൈവവും മിശിഹാവെന്ന് ജീവദായമാ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നറുമലത്തിനെയും വിശുദ്ധിയെ മാർന്നു പിടിച്ചുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തെ ഒരുമിച്ച് കൂടി ഇപ്പോൾ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഠാനുഭവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആർത്തപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാനെ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കടങ്ങളുടെ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവും രക്ഷാപത്തെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനം, ഭൂവാസികളുടെ പ്രത്യാശ മിശിഹായെ ലോകത്തിന് നാനാഭാഗങ്ങളും വിശിഷ്യ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും കുടുംബങ്ങളെയും ഐക്യത്തെ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രേരണ ചിതറിക്കണമേ. വിനയത്തിലും ദൈവത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായി ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്ക് കർത്താവേ, ഞങ്ങൾക്കെല്ലാം നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ,
ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യനെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വം ചെറുവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീങ്ങി നീതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഏകമനസ്സായി ദിവ്യരഹസ്യം ഇതരാ ഉൾക്കൊള്ളില്ല. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമിതി നിടവും ഇതുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഉദ്ധാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഇടയിൽ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പൊതിവണങ്ങളാക്കുകയും ജ്വലിക്കുന്ന സ്വസ്ത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. നിങ്ങളെ ശിഷ്യമായി പഠിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങേ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിനും അവൻ്റെ സൈന്യം രക്ഷിക്കണമേ. തുടർന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധീനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ കർത്താവിശ്വമിശിഹ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ. വിസ്തുർബാന സ്വീകരണത്തിൽ ആദ്യമായിട്ട് വിസ്തുർബാന സ്വീകരിക്കുന്ന മനു, അവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അങ്ങനെ വന്ന് സ്വീകരിക്കാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഏറ്റവും അനുഗ്രഹീതമായ നിമിഷമാണിത്. ആ മകനിലേക്ക് ഈശോ ആദ്യമായിട്ട് വന്നു ചേരുന്ന നിമിഷം, അവനെ ശക്തിപ്പെടുത്തുന്ന, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന നിമിഷം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, തീക്ഷ്ണതയോടെ നിൽക്കാം. നമുക്ക് കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുക്കമാണ്. അതിനുവേണ്ടി എല്ലാവരും ലൈനായിട്ട് വന്ന് സ്വീകരിക്കാൻ പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. വാഴും ദൈവമേ, സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ.
ഞങ്ങളെ കർത്താവായ ദൈവമേ, ദിവരഹസ്യങ്ങളിലൂടെ ദേവീജീവന് ഞങ്ങളെ പങ്കുകാരാക്കുന്നത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം സ്തുതിക്കുവാനും സ്വർഗവാസികൾ അങ്ങേ പോഴ്ത്തുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ സുദീർഘവും പരിശുദ്ധവും ജീവദായകവുമായ ദിവരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ മുടങ്ങും പാപങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാൻ പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കാനും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനന്തരം ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവാമിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ആമേൻ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലരിലും ദൈവം വരനിറച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംപ്രേഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിസ്തീകരണ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇന്ന് ആദ്യ കുർബാന സ്വീകരിച്ച മനുവിന് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്.
ഇന്ന് ദൈവിക ജീവനിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വന്ന ആ കൊച്ചിനെ നമുക്ക് അനുദിനം ഓർക്കാം. പ്രത്യേകിച്ച് ഇന്ന ദിവസം ഈശോയുടെ വലിയ അഭിഷേകം, അനുഗ്രഹം സ്വീകരിച്ച ആ മകനും ആ കുടുംബത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാൻ, അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ വിശുദ്ധ കുർബാന ആ മകനെ സഹായിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒത്തിരി ശക്തിയായിട്ട് കാണുവാനും അതിൽ നിന്ന് ലഭിക്കുന്ന കൃപ നമുക്ക് ജീവിതത്തിലെ പല മേഖലകളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മനുവിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ ഈശോയെ സ്വീകരിക്കുവാനും ഈശോയിൽ വിശ്വാസം അർപ്പിക്കുവാനും ആ മകനെ ആ കുടുംബത്തെയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജപമാലേന്തി കൈകൾ വിരിച്ച് പരിശുദ്ധ മറിയമേ ചൊല്ലിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമേകു പാവനാത്മാവിൻ്റെ പ്രിയദാസിനി. ജപമാലേന്തി കൈകൾ വിരിച്ച് പരിശുദ്ധ മറിയമേ ചൊല്ലിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമേകു പാവനാത്മാവിൻ്റെ പ്രിയദാസിനി. അമലോൽപജനനി കാരുണ്യനാഥേ ലോകത്തിൻ മാതാവു നീയേ. അമലോൽപജനനി കാരുണ്യനാഥേ ലോകത്തിൻ മാതാവു നീയേ. മാധുര്യമേറും നിന്നാമമെന്നും രോഗികൾക്കാരോഗ്യമന്ത്രം. For receiving the Lord in the Holy Sacrament. May God bless him and bless his parents, his relations and friends, all of us. May God bless all of us. In the name of the Father and of the Son and of the Holy Spirit. Amen. Bless us, O Lord, and these thy gifts which we are going to receive from thy bounty through Christ our Lord. Amen. In the name of the Father and of the Son and of the Holy Spirit. Amen. खाओ पियो ऐश करो मित्रो, दिल पर किसे दा दुखायो ना।